ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിക്ക വീടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ പല്ലി ശല്യം ഉണ്ടാവും. രാത്രി സമയത്ത് പല്ലിയാണെന്നുണ്ടെങ്കിലും അതുപോലെ പാറ്റയുടെ ശല്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അടുത്തതായിട്ട് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ പല്ലിയെ കൊണ്ടൊന്നും നമുക്ക് വലിയ ശല്യം ഇല്ലെങ്കിലും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുകളിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അത് കാഷ്ടിച്ചിട്ട് അവിടെയും ജനലിലും ബെഡിൻ്റെ സൈഡിലും ഒക്കെ കാഷ്ടിച്ചിടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ തുരത്താനുള്ള ഒരു എളുപ്പ വഴികളൊക്കെയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ 2-3 ചെറിയുള്ളിയും 2 വലിയ ചെറിയുള്ളി ആണെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ സവോള എടുക്കുകയാണെങ്കിൽ ഒരു സവോളയുടെ കാൽ ഭാഗത്തു നിന്നും പകുതി നമ്മൾ എടുത്താൽ മതിയാവും. അതിലേക്ക് ആ എടുത്ത അളവിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി എടുക്കാം. എടുത്തിട്ട് നമ്മളിത് ആ തോലോടുകൂടി തന്നെ ഞാനിത് ഒന്ന് ഇടികല്ലിലിട്ടൊന്ന് ഇടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇടികല്ലിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പിലേക്ക് ആക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം നമുക്ക് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മിക്സിയിലിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിത് അരിച്ചെടുത്ത വെള്ളം ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ആക്കണത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കിയാലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ കറ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് ആ ഒരു മണം നമുക്ക് അവിടെ കിട്ടിയാൽ മതിയും. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അവിടെ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും നമുക്ക് മതി കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു ട്യൂബ് ലൈറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് അവിടെ ഒരു സ്മെല്ല് വരും. പിറ്റേന്നാണെങ്കിലും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അത് കാരണം അവിടെ ഒന്ന് സ്പ്രേ ചെയ്യാതെ അവിടേക്ക് നമ്മൾ അവിടെ ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ഭാഗത്താണെങ്കിലും ഇപ്പോൾ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ മുട്ട ആവശ്യത്തിന് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രം പൊട്ടിച്ചിട്ട് അത് ഇതുപോലെ നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് നന്നായി ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നു കേട്ടോ. വെയിലത്ത് വെച്ച് നമ്മളൊന്ന് ഉണക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലും പോവും, നമുക്ക് അതിനകം ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മളിതുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ചരിച്ച് വീട്ടിനകത്താണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് പല്ല് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഓരോ തോടൊന്ന് വെച്ച് നോക്കിക്കേ. പല്ലിന് മുട്ടത്തോട് കാണുമ്പോൾ അതുകൾ പേടിച്ച് പൊക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ പരിസരത്ത് ആ വീട്ടിനകത്ത് ആ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നമ്മൾ ജനലിലോ ട്യൂബ് ലൈറ്റിൻ്റെ അവിടെയോ ഒക്കെ നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലി ശല്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അടുത്ത നല്ലൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ തളിരില കുറച്ച് വലിക്കുക. തളിരില തന്നെ വേണമെന്നില്ല, ഇല വലിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് ഒരു വെള്ളം നനവുള്ള ഒരു ഇതാണല്ലോ, അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഈ ഒരു പനിക്കൂർക്കയുടെ മണം, ഈ ഒരു പനിക്കൂർക്കയുടെ ഈ ഒരു സ്മെല്ല് നമ്മൾ പല്ലി വരുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലി വരില്ല കേട്ടോ. ഇതും നമുക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. നമുക്ക് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയുടെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറച്ച് പുകയില എടുത്തിട്ടുണ്ട്. നമ്മൾ വെറ്റിലയിലൊക്കെ ചേർത്ത് കഴിക്കുന്ന പുകയില ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതളായിട്ട് നമുക്ക് ഈ ഒരു പുകയില കിട്ടും. അതിന് നമ്മളത് ഇതുപോലെ ചെറിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കോഫി പൗഡർ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കോഫി പൗഡർ കുറച്ച് അതിനകത്ത് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ബോളാക്കിയിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അകത്ത് വെക്കണമെന്നില്ല, നമ്മൾ ഈ ചെറിയ പുകയില ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മൾ കോഫി പൗഡറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ കുഞ്ഞു ബോളാക്കി എടുത്തിട്ട് നമ്മൾ വീട്ടിൽ എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യമുള്ളത്, അതിൽ പാറ്റയുടെ ശല്യമുള്ള അവിടെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ കുട്ടികൾ ഈ പുകയില നമുക്ക് അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ, ഹാനികരമായതുകൊണ്ട് നമ്മളിത് രാത്രി സമയത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുക. പിന്നെ അത് പിറ്റേന്ന് നമ്മളത് ശ്രദ്ധയോടുകൂടി തന്നെ രാവിലെ അത് അവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയാനായിട്ടും ശ്രദ്ധിക്കുക. കുട്ടികളുടെ കയ്യിലൊന്നും
എടുക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല്ലിയുടെ മാത്രമല്ല പാറ്റയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം നമ്മളിങ്ങനെ ഒരു പുകയില വെച്ചിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലൊരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ശല്യം സഹിക്കാൻ വയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വീട്ടിനകത്ത് നിന്ന് തന്നെ നമുക്ക് പല്ലിനെ പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ വെക്കുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നല്ല കെയർഫുള്ളായിട്ട് തന്നെ നമ്മളിത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം വെച്ചിട്ട് രാവിലെ എണീച്ചിട്ട് കുട്ടികളുടെ കയ്യിലൊന്നും പെടാതെ നമ്മളതെടുത്ത് കളയാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പല്ലിയുടെ ശല്യം നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിനകത്ത് ഇങ്ങനെ കാഷ്ടിച്ച് വെക്കലും അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ മേലെയൊക്കെ കയറുക, നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അറപ്പൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിതിനെ തുരത്താനായിട്ട് നോക്കുന്നത്. പിന്നെ ചെറിയ പ്രാണികൾ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പല്ലി വന്നിട്ട് അതിനെ ഭക്ഷിക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊരു ഉപകാരം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഉപദ്രവങ്ങളും നമുക്ക് പല്ലിയെ കൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പല്ലിയെ കൊണ്ടുള്ള ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈപ്പക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൈപ്പയ്ക്ക നല്ലപോലെ തന്നെ മഞ്ഞവെള്ളത്തിലിട്ട് നല്ലോണം കുറച്ച് സമയം വെള്ളത്തിട്ട് കഴുകി നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എണ്ണ നമ്മൾ വേണം, എന്നാലേ ഈ കൈപ്പയ്ക്കൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മൾ നല്ല വെയിലുള്ള സമയമാണല്ലോ, അപ്പോൾ നമ്മൾ ഇതുപോലെ മുളകെല്ലാം തിരുമ്മിയതിന് ശേഷം നല്ല വെയിലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ നല്ല വെയിലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഒരു കൈപ്പയ്ക്ക് വാടി കിട്ടും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടാനും അതുപോലെ കൂടുതൽ നമുക്ക് എണ്ണ ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇത് കൈപ്പയ്ക്ക മാത്രമല്ല കോവയ്ക്ക, വഴുതരിങ്ങ, വെണ്ടയ്ക്ക ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ മാങ്ങ, നല്ല പഴുത്ത മാങ്ങയും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയത് കേട്ടോ. ശരിക്കും പറയണമെങ്കിൽ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൂട്ട് നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആവണ്ട കേട്ടോ, ചെറിയൊരു തരിതരിപ്പ് ഇരുന്നോട്ടെ. ഞാനൊരു തരിതരിപ്പോട് കൂടി തന്നെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കട്ടയൊക്കെ അതിൽ മാങ്ങയുടെ കട്ട വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിൽ നമ്മളൊരു 3 സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ 1/4 ഭാഗം തന്നെ മതിയാവും. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങ നമ്മളതിൽ ഇട്ടിട്ടുള്ള മാങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് ആ ചെറിയ കട്ട എന്തെങ്കിലും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റണം. പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ചെറിയ ആ ഒരു മൈദയുടെ കട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ആ ഒരു അരച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതും തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മാങ്ങയുടെ സീസണാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു ടൈമാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു മടുത്തുവെങ്കിൽ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മൾ അതിൻ്റെ ഒരു പഴുപ്പ് മാത്രം എടുത്ത് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും പുട്ടുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഉണ്ണിയപ്പത്തിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും. നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ണിയപ്പമൊക്കെ ചിലവരുണ്ടാക്കുക. അപ്പോൾ ആ ഒരു പഴം ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു മാങ്ങ ചേർക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ സീസണൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഈ ഉണ്ണിയപ്പ കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം. പക്ഷെ എൻ്റെ ഇവിടെയുള്ള മക്കൾക്ക് എണ്ണ ചേർത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് ഒരു ഭയങ്കര ഇഷ്ടം കേട്ടോ.
അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതൊരു വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും അതിൻ്റെ ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.